ഒരു ദളിത് യുവതിയോട് ലൈംഗിക അതിക്രമം കാണിച്ചതിന് നമ്മുടെ പാലക്കാട് കൗൺസിലർ പ്രക്ഷോഭ് വത്സനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതായത് ആദ്യം പ്രാഥമിക അംഗത്വം എടുത്തു കളഞ്ഞു, പിന്നാലെ പുറത്താക്കുകയായിരുന്നു. അപ്പം ഇതിനകത്ത് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ പറഞ്ഞു ഷാഫി പറമ്പ്, ഞാൻ ഷാഫിയുടെ അടുത്ത ആളാണ്, അപ്പൊ ഷാഫി പറമ്പിന്റെ പേര് പറഞ്ഞായിരുന്നു ഈ പീഡനം എന്നുള്ള രീതിയിലുള്ള പെൺകുട്ടികളുടെ വീഡിയോസ് ഒക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് പെൺകുട്ടിയുടെ ബൈറ്റുകളും ഇപ്പൊ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഷാഫിയാണ് ഇപ്പൊ ശരിക്കും എല്ലാവരുടെയും ധൈര്യം. ഷാഫി പറമ്പിൽ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തും നടക്കാം, എന്ത് പീഡനവും നടത്താം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു പുറത്തോട്ട് വരുന്നത് അല്ലേ. ഷാഫി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ എഡ്മാഷ് എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. അതായത് നമുക്കറിയാം ഈ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്ക് അല്ലെ പാലക്കാടുമായിട്ട് സഹകരിക്കുന്ന ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇത് എന്ത് പറ്റുന്നു എന്നുള്ളതാണ്. യുവ നേതാക്കന്മാരാണല്ലോ. ഇപ്പൊ നമ്മൾ ആദ്യം ഇതിനകത്ത് നോക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ. നമ്മൾ ഇതിന്റെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്പർ ഇട്ട് പറയാൻ പറ്റുന്ന കുറെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പറയാൻ കഴിയുന്ന ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രണ്ടാമത് നമുക്ക് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു നേതാവ്, എം വിൻസെന്റ് എന്ന് പറയുന്ന ഒരു നേതാവ്, ഇപ്പൊ അതാ PK ശശി എന്ന് പറഞ്ഞിട്ട് CPM ഉണ്ടായിരുന്ന ഒരു നേതാവിനെ അവർ ഏറ്റെടുത്തായിരുന്നല്ലോ. നേരത്തെ തീവ്രത എന്നൊക്കെ പറഞ്ഞവർ കളിയാക്കിയെങ്കിലും PK ശശി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇപ്പൊ അവർ ഏറ്റെടുത്ത് ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോ പ്രക്ഷോഭ് വത്സൻ. അപ്പൊ ഇങ്ങനെ വരുമ്പോ 5 പേരായി അവരുടെ കൂട്ടത്തില്. അതായത് ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി ദൂഷ്യം ഉണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന 5 നേതാക്കന്മാർ കോൺഗ്രസിന്റെ കയ്യിലുണ്ടെന്നേ. അവരുടെ അസറ്റ് എന്ന് പറഞ്ഞാതാ. ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയം ആയതുകൊണ്ടായിരിക്കും ഈ പറയുന്ന പോലെ പുറത്താക്കൽ നടപടി ഉണ്ടായത്. അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ചവിട്ടി വെച്ചേനെ. അതെ, ഉറപ്പല്ലേ. ഈ ഇലക്ഷൻ അടുത്തുകൊണ്ട് മാത്രം അങ്ങനെ ഒരു കാര്യം മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടിയുടെ. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് ഇതിന് മുമ്പൊരു പേരുദോഷം കേൾപ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ പാലക്കാടെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വലിയ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതായത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നു പാലക്കാട്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ശോഭാ സുരേന്ദ്രൻ ഇതുവരെ എവിടെ മത്സരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് 11 മറ്റോ ആണെന്ന് തോന്നുന്നു, അവിടെ 6 11 അപ്പൊ അവിടെ പാലക്കാട് 2ാം സ്ഥാനത്ത് പോലും ഇല്ലാതിരുന്ന BJP എന്ന് പറയുന്ന ഒരു കക്ഷി അവിടെ ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് എത്തിയത് ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതിന് ശേഷമാണ്. ആ ഒരു വിജയത്തിന്റെ തിളക്കത്തിലും പിൻബലത്തിലുമാണ് പിന്നീട് BJP അവിടെ ഈ ശ്രീധരനെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നത്. അപ്പം BJPക്ക് അവിടെ പ്രതീക്ഷയുണ്ടായ എന്തുകൊണ്ടാണ്? തന്നെയല്ല, ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ശക്തിയിലും ഒരു പിൻബലത്തിലുമാണ് പിന്നെ പാലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പിന്നെ പാലക്കാട് നഗരസഭ പോലും BJP പിടിച്ചെടുക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയത്. അപ്പൊ അങ്ങനെ അത്രയും പോപ്പുലറായ ഒരു BJPയുടെ വനിതാ നേതാവ് അവിടെ വന്ന് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BJP അവിടെ കോൺഗ്രസ് നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇറക്കുക ചെയ്യേണ്ടത്. അതിന് പകരം ഇപ്പൊ നോക്കിയ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ ഈ പറയുന്ന ഇദ്ദേഹത്തെ കൊണ്ട് അവിടെ ഇറക്കുന്നു. ഈ രമേശ് പിഷാരടിയെ പോലും സ്ഥാനാർത്ഥി ഇറക്കുന്നു. CPMന്റെ ഒരു മണ്ഡല പുനർനിർണയം വന്നതിന് ശേഷം CPMന് വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു മണ്ഡലമാണ് അവിടെ. അപ്പൊ CPM സ്വതന്ത്രന്മാരെ ഇറക്കുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പം പിന്നെ ഇപ്പൊ റസാഖിനെ ഇറക്കിയിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ നോക്കിക്കോളൂ, അവിടെ വന്ന പിന്നെ ആരുടെ കയ്യിലാണ് ശരിക്കും പാലക്കാട്ടെ കോൺഗ്രസ് പാർട്ടി? നമുക്ക് കണ്ണും പൂട്ടി പറയാം, ഷാഫി പറമ്പിലിന്റെ കയ്യിലാണ്. ഷാഫി പറമ്പിൽ പറയുന്നവരെ അവിടെ സ്ഥാനാർത്ഥിയാക്കൂ. പക്ഷെ തനിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പീഡന കേസിൽ പ്രതിയായി കഴിഞ്ഞപ്പോൾ രമേശ് പിഷാരടി. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എന്ത് ചെയ്തു? രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും കാലം അവിടെ നിന്നുകൊണ്ട് ചെയ്തത് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്മൈൽ ഭവന പദ്ധതി പോലുള്ള പദ്ധതികളോട് ആവിഷ്കരിക്കും. അതിനപ്പുറത്ത് വേറെ എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്? ഈ സ്ത്രീ പീഡന കേസുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ പീഡനം പൊയ്ക്കോട്ടെ, ഗർഭഛിദ്രം എന്ന് പറയുന്ന കേസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ചെയ്തത്? അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം കേസിൽ വിടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും തൊട്ടടുത്ത അനുയായിയായിട്ട് നിൽക്കുന്ന ഒരുത്തരാണ് ഈ പ്രക്ഷോഭ്. അവനെന്താ പെണ്ണ് കേസിലായി? എങ്ങനെയാണ് പെണ്ണ് കേസിലാകപ്പെടുന്നത്? ഒരു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയെ ഈ പ്രക്ഷോഭിന്റെ തന്നെ ചില സുഹൃത്തുക്കൾ ചേർന്നിട്ട് അനാവശ്യമായ പെൺകുട്ടിയോട് പെരുമാറുന്നു. ഇത് സംബന്ധിച്ച് പരാതി ഇയാളോട് പറയുന്നു, പ്രക്ഷോഭിനോട്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു പെൺകുട്ടിയെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് ശരിക്കും ഈ പ്രക്ഷോഭ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ പ്രക്ഷോഭ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴിയിലാണ്, മുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഒളിവിൽ പോയിരിക്കുന്നു, കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. പാർട്ടി തിടുക്കപ്പെട്ട് ഒരു തീരുമാനം എടുത്തു, ഇവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. സത്യത്തിൽ ഇങ്ങനെ പുറത്താക്കാനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിരവധി പേരെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കണമെന്നേ. ഈ നമുക്കറിയാം, ആര്യാടൻ മുഹമ്മദിന്റെ മന്ത്രി ഓഫീസിനകത്ത് അല്ലെങ്കിൽ പിന്നെ നിലമ്പൂരെ ഓഫീസിനകത്ത് വെച്ച് രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയവരാണ് കോൺഗ്രസ് പാർട്ടിക്കാര്.
അപ്പൊ അങ്ങനെ അതുകൂടാതെ നമുക്ക് പറയാൻ കഴിയുന്ന എത്രയെത്രയോ കൊലപാതകങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയിലെ യുവ നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിനു മുൻപ് പല വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പുതിയ ഒരു ആള് കൂടി ലിസ്റ്റിലേക്ക് ഇടാൻ വരുന്നു. അപ്പൊ ഈ ലിസ്റ്റിലേക്ക് വരുന്ന ആള് പറയുന്നത്, ഈ പെണ്ണിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്താ, നിനക്ക് എനിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഗർഭഛിദ്രമുണ്ട് ഈ കേസിൽ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ ശിഷ്യത്വം ഇവിടെയും വന്നിട്ടുണ്ട്. കാര്യം രാഹുൽ മാങ്കൂട്ടമാണ് ഗർഭഛിദ്രം നടത്തുന്നതിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്നു, മരുന്ന് എടുക്കാൻ നിർബന്ധിക്കുന്നു. അപ്പൊ ഇതുമുണ്ട് അതിനകത്ത്. അപ്പൊ ഇവരെല്ലാം കൂടെ ചെന്ന് അടിയുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. അപ്പം പാലക്കാട്ടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയെ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവ് എത്ര മലിനമാക്കി എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മലിനമാക്കി. എവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് അവരുടെ തലക്കടിച്ചേൽപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ദേ ഒരുത്ത പ്രശോഭ് വരുന്നു, അവനെയും അടിച്ചേൽപ്പിക്കുന്നു, അവനും ഇപ്പൊ പെണ്ണ് കേസിൽ അകപ്പെടുന്നു. ഇനി എത്ര പേരുടെ പേരിനും പുറത്തു വരാൻ കിടക്കുന്നു. ഇത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം ഇത് CPM തന്ത്രം, അജണ്ട എന്നൊക്കെ പറയാം. അപ്പൊ 3ാം സ്ഥാനത്ത് പോലും ഇല്ലാത്ത CPM എന്തിനാണെന്ന് അവിടെ കോൺഗ്രസ് പാർട്ടിയിലെ ഈ പറയുന്ന പ്രശോഭനെ പോലെ അവിടുത്തെ ഒരു വാർഡ് കൗൺസിലർ അകത്താക്കുന്നതിന് ഷാഫിക്കെതിരെ സ്ത്രീ പീഡന ആരോപണം ഉന്നയിച്ചാൽ പോരെ, ഷാഫിക്കെതിരെ ഉന്നയിച്ചാൽ പോരെ, എന്തിനാ ഈ പ്രശോഭനെതിരെ പോകുന്നത്? അല്ലെ, നല്ല നേതാക്കന്മാർക്കെതിരെ പോകുന്നില്ലേ? ഇതുപോലത്തെ ഞാഞ്ഞൂലുകൾക്കെതിരെ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് CPM ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമ അജണ്ട പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. നിലവിൽ ഈ പെൺകുട്ടി തന്നെയാണ് പരാതി ഉയർത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇവനെ ചുമന്നുകൊണ്ട് നടക്കലാണ് ഇനി പാലക്കാട്ടുകാരുടെ ഗതികേട്. പാലക്കാട്ടുകാരുടെ അവസ്ഥ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം, ഇപ്പോൾ ഉള്ള ഈ പ്രക്ഷോഭന്റെ വിഷയം, പിന്നെ അത് മാത്രമല്ല ഒന്നാമത് പിഷാരടി അവിടെ കൊണ്ടുവന്നതില് ഈ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് ഈ അണികൾക്ക് ഭയങ്കരമായിട്ട് അതൃപ്തിയുണ്ട്. ഷാഫിയുടെ കൺട്രോളിൽ പോകുന്നു, അല്ലെങ്കിൽ ഷാഫി പറയുന്നവരെ മാത്രമേ പാലക്കാട് വെക്കുന്നുള്ളൂ എന്നുള്ള ഒരു വിഷയം നടക്കുകയും കൂടെ ചെയ്യുന്ന സ്ഥിതിക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇത് കോൺഗ്രസിനെ തിരിച്ചടിക്കുന്നത് തീർച്ചയായിട്ടും ഉറപ്പല്ലേ. കാര്യം ഇപ്പൊ തന്നെ പിഷാരടി അവിടെ മത്സരിക്കാൻ ഇറങ്ങി ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോ തന്നെ ഇതാ നമ്മൾക്ക് കണ്ണുംപൂട്ടി പറയാൻ കഴിയുന്നേ, അവിടെ പിന്നെ BJPക്ക് ഒരു സീറ്റ് ഉറച്ചു. വാസ്തവമുള്ള കാര്യമാണ്, BJPക്ക് അവിടെ സീറ്റ് ഉറച്ചു. അത് പിരായിരിയല്ല, ഇനി എവിടെ വേണ്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവിന് അവിടെയുള്ള പാലക്കാട്ടെ സ്ത്രീജനങ്ങളെ വശീകരിക്കാനും സ്ത്രീജനങ്ങളുടെ വോട്ട് കോർഡിനേറ്റ് ചെയ്യാനും പറ്റിയ നല്ല പവറുണ്ട് ശോഭാ സുരേന്ദ്രന്. ഒന്നുമില്ലാതെ കിടന്ന പാലക്കാട് ഇതിന്റെ ഒരു A ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയില്ലേ പാലക്കാട് എന്ന് പറയുന്ന മണ്ഡലത്തെ. അതിനുള്ള കഴിവ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടല്ലോ. ശോഭാ സുരേന്ദ്രൻ അതിന് എന്ത് നാണം കെട്ട കളിയും കളിക്കും എന്നുള്ള കാര്യം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ശോഭാ സുരേന്ദ്രൻ എവിടെ നിൽക്കുന്നോ അവിടെ 10 വോട്ടിന്റെ ലാഭം കിട്ടാൻ വേണ്ടി എന്ത് കള്ളത്തരവും പറയാൻ മടിയില്ലാത്ത ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അതിന് എത്രയോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രനെ നേരിടാൻ എങ്ങനെയാണ് പിഷാരടിയെ കൊണ്ട് സാധിക്കുക? എങ്ങനെയാണ് പിഷാരടിക്ക് വോട്ട് നേടാൻ കഴിയുക? ഇവിടെ ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ ശ്രീധരൻ എന്ന് പറയുന്ന നേതാവിനോടൊപ്പം മുട്ടി എന്നിട്ടും മുട്ടിടിച്ചു പോയി. വളരെ തുച്ഛമായ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ ജയിച്ചത്, ഇല്ലേ? എന്നിട്ട് പോലും അങ്ങനെ നിൽക്കുന്ന ഷാഫി പറമ്പിലിനെ പോലും ഒരു നേതാവ് മത്സരിച്ചിട്ട് മുട്ടുപറച്ചു പോയെങ്കിൽ ഇത്തവണ രാഷ്ട്രീയവുമായി പാർലമെന്ററി രാഷ്ട്രീയവുമായി പുലബന്ധമില്ലാതെ നിൽക്കുന്ന രമേശ് പിഷാരടി മത്സരിച്ചാൽ എങ്ങനെ വിജയിക്കാൻ കഴിയും? കോമഡി പറഞ്ഞ ജനങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, വസ്തുതകൾ വേണ്ടേ? ആ വസ്തുതകൾ എങ്ങനെ അവതരിപ്പിക്കും? അതുകൊണ്ട് പാലക്കാട് ഒരു ഷുവർ സീറ്റായി BJPക്ക് സംബന്ധിച്ചിടത്തോളം. ഇത്തവണ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണയും ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും അവിടെ മത്സരിക്കുന്നത്. ഒരു തവണ BJPയുടെ കയ്യിലേക്ക് ആ സീറ്റ് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരുന്ന പ്രശ്നം, ഈ സീറ്റ് പിന്നീട് ഒരിക്കലും BJP വിട്ടുകളയത്തില്ല. അതിപ്പോ നോക്കൂ, നിയമത്തിന് വേണ്ടി എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ പിടുത്തം പിടിച്ചത്? നേമത്ത് ഒരു സീറ്റ് കിട്ടി അല്ലെ? നേമത്ത് ഒരു സീറ്റ് രാജഗോപാലിന്റെ സീറ്റ് കിട്ടിയത് കൊണ്ടാണ് വീണ്ടും അവിടെ തന്നെ അടുത്ത ആളെ മത്സരിപ്പിക്കാൻ ഇറങ്ങി, സ്വയം ഒരാളെ പോലും പോസ്റ്റ് ചെയ്യാതെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയത്. അവിടെ കിട്ടണം, ഷുവർ സീറ്റായി എന്നുള്ള ധാരണയാണ്. പക്ഷെ അവിടെ എന്താ ചെയ്തത്? UDF വോട്ട് മറിച്ചതാ. അവിടെയും പ്രശ്നമുണ്ട്. അപ്പൊ ഈ BJP കേരളത്തിൽ വളർന്നതിന് പിന്നിൽ ഇവരൊക്കെ തന്നെയാണ്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഈ സ്വതേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കേരളം മൊത്തം ഓടി കിടന്ന് പിന്നെ ഈ പറയുന്ന സ്ത്രീപീഡനം നടത്തിക്കൊണ്ടിരിക്കുക. ആ സ്ത്രീപീഡനത്തിന്റെ പിന്നിൽ ഇവന്മാരെയൊക്കെ പിടിച്ച് വലുതാക്കാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവും പോരെ? അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് അവൻ ആ പെണ്ണിനെ ഭീഷണിപ്പെടുത്തുന്നത്? എന്റെ കയ്യിൽ ഷാഫി പറമ്പിൽ എന്റെ പോക്കറ്റിൽ കിടക്കുക എന്ന് ഇത്ര ധൈര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത്ര ബന്ധം ഉണ്ടായിട്ട് തന്നെയാണ്. അവർ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പലതും ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലാണെന്നേ. അപ്പൊ ഷാഫിക്ക് ഇതിൽ നിന്ന് കൈയൊഴിഞ്ഞ് മാറാൻ പറ്റുമോ? ഈ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ എന്തെങ്കിലും രാഹുലിനെതിരായിട്ട് ഒരു വാക്ക് മിണ്ടാൻ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല.
കഴിയുന്നതും രാഹുലിനെ തൊടാതെ അല്ലെങ്കിൽ രാഹുലിനെ കൂടുതൽ പ്രതിസന്ധിയാക്കാത്ത രീതിയിലായിരുന്നു പലപ്പോഴും ഈ ഷാഫി പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് പോലും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഷാഫിയുടെ ഒരു കയ്യിലിരിപ്പിന്റെ അടുത്താണ് ഈ പറയുന്ന ഒരാളും ഈ പറയുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ഇരയും.